ഹായ് ഗായ്സ്, വെൽക്കം അവർ ചാനൽ മീ ആൻഡ് മൈ ഫാമിലി. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. പാറു മുഖേറ്റി പിടിച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ആദ്യം മുൻസീറ്റിരിക്കാൻ സ്ഥലം കൊടുക്കാത്തതിൻ്റെയാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു വൈബിന് വേണ്ടി പുറത്ത് കഫേയിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ചായ കുടിക്കാറുണ്ട്. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ കാടെന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് കുറച്ചുള്ളിലേക്കുള്ളൊരു സ്പേസ് ആണ് കേട്ടോ. പുഴേൻ്റെ ഒരു അരിക്കാണ് ഞങ്ങൾ പോയത്. ഒരു വൈബിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. എന്നാൽ കൂട്ടത്തിൽ അവിടെ പോയി ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ള സ്പേസ് ആയിരുന്നു കേട്ടോ, നല്ല നിശബ്ദതയായിരുന്നു. വേനൽക്കാലമായിട്ടും പുഴയിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചാലിയാർ പുഴേൻ്റെ ഭാഗമാണ്. ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് കയറിയിരുന്നു കേട്ടോ. ചായ കുടിക്കാൻ റോഡ് സൈഡാണ്. നല്ല ഭംഗി, പാലത്തിൻ്റെ മുകളിൽ കൂടി ഇതേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോയിട്ടാണ് കഴിച്ചത്. ആദ്യം പാറും ഫുള്ള് ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഈ പുറത്ത് പോകുന്ന ഈ പാർക്കിലും ബീച്ചിലും ഒക്കെ കിട്ടുന്നതിന് അതേ ഒരു വൈബും മക്കൾക്ക് കാട്ടിലും ഉണ്ട് കേട്ടോ. അവർ മരത്തുമ്മ കയറാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ നല്ല ഉഷാറായിരുന്നു. പുഴക്കരയിൽ കുറേ മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ വെള്ളത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുമായിരുന്നു. വെള്ളത്തിനെ തൊട്ട് ഇങ്ങനെ നിൽക്കണ മരങ്ങളായിരുന്നു കേട്ടോ. മരത്തിൻ്റെ മുകളിൽ കൂടി കയറിയിട്ടും കുറേ വെള്ളത്തിലൊക്കെ കാലിട്ട് കളിച്ചു. മക്കൾക്ക് കണ്ടിട്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വെള്ളത്തിലേക്ക് എങ്ങനെ വീണാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പിടിച്ചു വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പിക്നിക്കിനാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു കേട്ടോ. കഴിക്കാൻ പൂളയും ബീഫും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളവും പാത്രമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുൾ സെറ്റപ്പിലാണ് കേട്ടോ ഇറങ്ങിയത്. ആദ്യക്ക് മണ്ണിലിരിക്കാൻ ചെറിയ മടി ഉണ്ടായിരുന്നു കേട്ടോ. അവൻ അവിടുത്തെ അപ്പുറത്തുള്ളൊരു മരക്കഷ്ണത്തുമ്മ പോയിരിക്കുകയായിരുന്നേ. ഇവിടെ മണ്ണാണ്, പുല്ലാണ്, ചൊറിയെന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 4 പ്ലേറ്റൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ. 2 പേരും ഒന്നും എടുത്ത് കഴിക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരാളെയും വെച്ച് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചാണ് 2 പാത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവരൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. കാര്യത്തിൽ അവിടെ ചെന്നൊന്ന് സെറ്റായപ്പോഴത്തേക്കും മരത്തിൽ കയറാനും കാട്ടിൽ തിരഞ്ഞെടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സൺഡേ സ്പെഷ്യലാണ് കേട്ടോ പൂളയും ബീഫും. നിങ്ങൾക്ക് ബീഫിൻ്റെ കൂടെ ഏത് കോംബോ ആണ് ഇഷ്ടം? എനിക്ക് പൊറോട്ടയും ബീഫും ഇഷ്ടമാണ്, ചക്കയും ബീഫും ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഏത് കോംബോ ആണ് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളിതേ കൊച്ചുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് പൂളയും ബീഫൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ കഴിക്കാൻ. എൻ്റെ കാലിലിരുന്നിട്ടും മടിയിലിരുന്നിട്ടും ഒക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. മണ്ണിലിരിക്കാൻ മടിച്ചിട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ച് സെറ്റാക്കി. നിങ്ങൾ 2 കുരങ്ങൻ കുട്ടികളെ കാണുന്നുണ്ടോ? അവർ പാർക്കിലൊക്കെ പോയി സ്ലൈഡിലൊക്കെ കാണിക്കുന്ന അതേ ആവേശമാണ് കേട്ടോ മരത്ത് കയറാൻ കാണിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ്ഡ് മരക്കയറ്റക്കാരെ പോലെയാണ് പാറു കാട്ടുന്നത് കേട്ടോ. മരത്തിൽ വലിഞ്ഞ് കയറുകയാണ്. അവിടെ ഒരു കാല് വയ്ക്കാനൊരു സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അവളെ കാല് കുടുങ്ങിപ്പോയിട്ടോ. ഏട്ടൻ പോയിട്ടാണ് കേട്ടോ കുടുങ്ങിയ കാലെടുത്ത് കൊടുത്തത്. എന്നിട്ട് അവർ അടങ്ങി നിൽക്കുന്നൊന്നുമില്ല. പിന്നെ മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. ചാഞ്ഞ് നിൽക്കുന്ന മരമായതുകൊണ്ട് തന്നെ അവർക്ക് കയറി കളിക്കാൻ നല്ല സുഖമായിരുന്നു. കുറേ നേരം മരത്തിലൊക്കെ കളിച്ചു കേട്ടോ. കുറേ നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തു. വൈകുന്നേരം ആവാനായപ്പോൾ ഞങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പുറത്തിറങ്ങി എന്നിട്ട് കുറച്ച് മുന്നിലേക്ക് നടന്നു കേട്ടോ. അവിടെ ഒരു പുഴയുണ്ട്. പുഴേൻ്റെ അവിടെ ഇറങ്ങാൻ സ്പേസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി ഇവിടെ കുറച്ച് വെള്ളം കുറവായിരുന്നു കേട്ടോ. കോൺക്രീറ്റൊക്കെ ചെയ്ത് ഇറക്കിയെടുത്തിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് വെള്ളം കണ്ടാൽ പിന്നെ മക്കളെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഞങ്ങളിത് എവിടെ നിന്ന് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് വന്നതാണ്. പിന്നെ വെള്ളത്തിൽ കളിയായി, കുളിയായി, പിന്നെ അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. ആദ്യം പറവും പോയിരിക്കുന്നുണ്ടല്ലേ, മീനുകൾ കാല് വെള്ളത്തിലിരിക്കുന്ന സമയത്ത് മീൻ വന്ന് കാലിൽ ഇങ്ങനെ കൊത്തുകയാണ് കേട്ടോ. കുറേ മീൻ കൂട്ടം കൂടി വന്ന് അവരെ കാലിൽ കൊത്തുന്നുണ്ടായിരുന്നേ. വെള്ളത്തിന് ചെറിയൊരു കലക്ക് പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവരെ കാലിൽ മീൻ കൊത്തുന്നത് കാണാൻ പറ്റുന്നില്ല. കുറേ പെരൽ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ. കാലിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ കിക്കിളിയാക്കാനാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കാല് വെള്ളത്തിലിട്ട് വെച്ചിരുന്നോ, ഫ്രീ ആയിട്ട് ഫിഷ് സ്പാ ചെയ്യാമെന്നും പറഞ്ഞ് കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അവർ നീന്താൻ തുടങ്ങി കേട്ടോ. കുറച്ച് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ആഴമുണ്ട്. അപ്പം ഞാൻ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്നു കേട്ടോ, വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൽ നിന്ന് കയറാൻ പറഞ്ഞപ്പോൾ അവൻ പറയാം അമ്മ 50 വരെ ഉണ്ട്, 40 വരെ ഉണ്ടെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ 50 എണ്ണി, 40 എണ്ണി, 100 എണ്ണി. എന്നിട്ട് അവർ വെള്ളത്തിൽ നിന്ന് കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ സമയം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴെങ്കിലല്ലേ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ഇന്നത്തെ സൺഡേ സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ നിറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. ആദ്യം പാറും കുരങ്ങന്മാരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുരങ്ങന്മാർ വരിയായി ആ പാലത്തിൻ്റെ അങ്ങോട്ട് പോകുമായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് അങ്ങോട്ടാണ് കേട്ടോ കൂട്ടമായിട്ട് പോകുന്നത്. അതിലൊരു കുരങ്ങൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുരങ്ങനായിരുന്നു. പാറു വീടെത്തുന്നത് വരെ കരഞ്ഞു കേട്ടോ. ആ കുരങ്ങൻ കുട്ടീനെ നമുക്ക് വേണമെന്നും പറഞ്ഞിട്ട് കുറേ വാശി പിടിച്ചു. ഞാൻ പിന്നെ പിടിച്ച് വലിച്ച് കൊടുന്നതാണ് കേട്ടോ. അവൾ ആ കുരങ്ങൻ കുട്ടീൻ്റെ പിന്നാലെ പോവുകയാണ് അതിനെ തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് നമുക്ക് പോകുന്ന വഴിക്ക് കടയിൽ നിന്ന് ഒന്നിനെ വാങ്ങാമെന്ന്
പറഞ്ഞ്. അപ്പോൾ അവൾ പറഞ്ഞു കടയിൽ ഇങ്ങനത്തെ കുരങ്ങന്മാരെ കിട്ടൂല, ഇവിടുന്ന് എടുത്തിട്ട് പോവുകയാണ് ചെയ്യാമെന്ന്. അവൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ കുരങ്ങന്മാരെ, കാർട്ടൂണിൽ കുരങ്ങന്മാരെ വീഡിയോസ് ഉണ്ടാവലുണ്ടല്ലോ അതുപോലെ അവൾക്ക് വളർത്താൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടോ. കുരങ്ങന്മാരെ പിടിച്ചുകൊണ്ട് പോയാൽ പോലീസ് പിടിക്കുന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ഏട്ടനെ അവളെ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ അങ്ങനെ സൺഡേ സ്പെഷ്യൽ പിക്നിക്കും കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.